തുടർമാനമുള്ള ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ വചനം എന്ന ദൈവവചന ചിന്ത വളരെ ക്ഷമയോടെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ മാന്യ കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു പിതാവ് പറഞ്ഞിട്ട് തന്നെ ഏൽപ്പിച്ചത് 3.5 വർഷം തൻ്റെ ശിഷ്യന്മാരോട് രാവും പകലും പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുകയും ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ദൈവവചനമാണെന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഥ്യവചനം. ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറയുന്നത് പഥ്യവചനമാണ്. മാത്രമല്ല ഭക്തിക്കൊത്ത ഉപദേശം. യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലാണ് ഉപദേശമുള്ളത്, അതിലാണ് ഭക്തിയുള്ളത്, അതിലാണ് പഥ്യമുള്ളത്. മറ്റ് വചനങ്ങൾ ഉണ്ട് ദൈവവചനത്തിൽ, പല ഭാഗങ്ങൾ ധാരാളമുണ്ട്. ഏത് പ്രസംഗകരും അനായാസം എവിടെയും ഏത് വിധത്തിലുള്ള സദസ്സുകളിലും പ്രസംഗിച്ച് ഇളക്കി അവരെ പരമോന്നതയിൽ ഉണർവിൻ്റെ പുഷ്കരമായ ഉന്നതിയിലെത്തിക്കുന്ന വചനങ്ങൾ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ വചനം അങ്ങനെയല്ല. ക്രിസ്തുവിൻ്റെ വചനം പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. സഭ അനുഗ്രഹിക്കപ്പെടേണ്ടതിനും ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും സഭ ഒരുക്കപ്പെടേണ്ടതിനും ഈ ലോക ജീവിതത്തിൽ ഈ ലോകത്തിലെ മായയിൽ നിന്നും മോഹങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ ഇമ്പങ്ങളിൽ നിന്നും അവയെല്ലാം വർജിച്ച് ലോകത്തിൽ കണ്ണിനും കാതിനും എല്ലാം ഇമ്പമുള്ള ജഡമയമായ എല്ലാ സുഖഭോഗങ്ങളും വിട പറഞ്ഞ് ക്രിസ്തുവിൻ്റെ വചനത്തിൽ മാത്രം എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് ആത്മീയമായിട്ട് വളർന്ന് കർത്താവിനോട് ചേർന്ന് ജീവിച്ച് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീർന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആരുണ്ടോ ആ വ്യക്തി അനുഷ്ഠിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വചനമാണ്. അത് പഥ്യവചനമാണ്. പഥ്യവചനം എന്ന് പറയുമ്പോൾ പഥ്യം അല്ലേ, നമ്മൾ ഈ ആയുർവേദ മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പറയും പുളി പാടില്ല, തൈര് പാടില്ല, മോര് പാടില്ല, ഉണക്കമീൻ പാടില്ല, മാംസാദികൾ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നേക്കാം. ചില ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ വൈദ്യന്മാർ ഡോക്ടർമാർ നമ്മളെ അങ്ങനെ നിബന്ധനകൾ വയ്ക്കും. ഞങ്ങളുടെ ഇവിടെ പണ്ട് ഒരു 10-17 വയസ്സുള്ള ഒരു പെൺകുട്ടി മഞ്ഞപ്പിത്തം വന്നു. അതിന് വൈദ്യർ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് പഥ്യമുണ്ട്. പച്ചക്കപ്പ തിന്നാൻ പാടില്ല. പക്ഷേ അത് വളരെ കൊതിയുള്ളതായിരുന്നു. ആ അപ്പനും അമ്മയും എല്ലാവരും പകൽ പണിക്ക് പോയപ്പം വീടിൻ്റെ താഴെ നട്ടിരുന്ന പച്ചക്കപ്പ മാന്തി പറിച്ച് തിന്നു. അവർ വരുമ്പോഴത്തേക്കും ആൾ പോയി. ഇത് പഥ്യമാണ്. ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറയുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അത് തിരിച്ചു വരും, അത് തിരിച്ചടിക്കും. ഇന്ന് അനേകരും വളരെ ആത്മാവിൽ നിറഞ്ഞ് എന്താ പറയുക, അവർ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. സമൂഹത്തിൽ അറിയപ്പെടുന്നവരായിരുന്നു. പക്ഷേ ഇത് പഥ്യ ഉപദേശമായിരുന്നു. എല്ലാം ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുക, എല്ലാം കളഞ്ഞ് സമൂഹത്തിൽ പരസ്യ കോലമാക്കി. ചില പാസ്റ്റർമാർ, നിങ്ങൾക്ക് ഇവിടെയുള്ള പലർക്കും അതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് പഥ്യവചനമാണ്. മാത്രമല്ല ഭക്തിക്കൊത്ത ഉപദേശമാണ്. അത് അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. ചിലർക്ക് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി, ഒന്നെങ്കിലും ഒന്ന് മൂളയാൻ വേണ്ടി അത് പിന്നെ അങ്ങ് തർക്കിക്കുകയും എന്താ അല്ലേ. ക്രിസ്തുവിൻ്റെ വചനം അവനിലില്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവും അവനിലില്ല. അതുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ വചനത്തിലാണ് നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് പൗലോസ് കൊലോസി ലേഖനത്തിൽ എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വേദഭാഗത്ത് നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്: ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഡോൾ ഇൻ യു റിച്ച്ലി ഇൻ ഓൾ വിസ്ഡം. ക്രിസ്തുവിൻ്റെ വചനം വളരെ ശ്രദ്ധിക്കണം. പൗലോസ് അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ.
നമ്മിൽ ക്രിസ്തുവിൻ്റെ വചനം വസിക്കണം. യെസ്, പൗലോസ് തൻ്റെ 14 ലേഖനങ്ങൾ എഴുതുമ്പോൾ ആ ലേഖനങ്ങളിലുടനീളം എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനം അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് ദൈവസഭകൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. യേശു ക്രിസ്തു എന്ത് പറഞ്ഞോ പഠിപ്പിച്ചോ അതാണ് ദൈവജനത്തിന് താൻ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിട്ടുള്ളത്. എടുത്തെടുത്ത് പറയുവാനായിട്ട് നമുക്ക് കഴിയും. ഓരോ ഫിലിപ്പ് ലേഖനത്തിലും അതുപോലെ ഓരോ ലേഖനങ്ങളിലും പ്രത്യേക സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പിൻ, അല്ലേ? അത് ഫിലിപ്പ് ലേഖനത്തിലുള്ള ഇതുപോലെ പല പല വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തിന് ആണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലോസ്യരോട് പറയുകയാണ്, പല കാര്യങ്ങൾ അവിടെ പറഞ്ഞു വരുന്നുണ്ട്, ഞാനതൊന്നും പരാമർശിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ വോയിസുകൾ നീണ്ടുപോകും, അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം എത്രമാത്രം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാമോ അത്രമാത്രം നമ്മൾ നിറയ്ക്കണം. യെസ്, ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ധൈര്യപ്പെടുത്തും, നിലനിർത്തും. പരീക്ഷണങ്ങളിൽ, പരിശോധനകളിൽ, പ്രതികൂലങ്ങളിൽ, ഉപദ്രവങ്ങളിൽ ഒക്കെ നമ്മെ നിലനിർത്തുകയും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ധൈര്യപ്പെടുത്തി നിത്യതയോളം നയിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ വചനം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ആയിരിക്കണം നമ്മൾ അടിസ്ഥാനപ്പെടേണ്ടത്. പരിശുദ്ധാത്മാവ് പോലും പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ചാണ്. തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നാണ് പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിനെയും തൻ്റെ വചനത്തെയും, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു അത് വളരെ ശക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വേദഭാഗം നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് നോക്കണം. വളരെ അത് മനോഹരമാണ്, അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഇനി 14-ാം അധ്യായത്തിലാണെങ്കിലോ അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷം പറഞ്ഞതൊക്കെയും എന്തു ചെയ്യും? അവൻ ഓർമ്മിപ്പിക്കും എന്നാണ് ഇവിടെ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 13-ാം വാക്യമാണല്ലോ നമ്മളിപ്പോൾ വായിച്ചത്. 14-ാം വാക്യത്തിൽ പറയുകയാണ്, എന്താണ് പറയുന്നത്? അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നാമത് തന്നെക്കുറിച്ച് ഒന്നും പറയാറില്ല, പകരം യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ മഹത്വപ്പെടുത്തുന്നത് ഈ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളെ അറിയിക്കുന്നതിലൂടെ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആര്? പരിശുദ്ധാത്മാവ്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായിട്ട് തനിക്ക് വേണ്ടി ഒന്നും സംസാരിക്കില്ല. അതുകൊണ്ട് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പം നമുക്കാണെങ്കിലോ ഒരല്പസമയം കിട്ടിയാൽ ഒരു 15 മിനിറ്റ് നമുക്ക് വചനം സംസാരിക്കാൻ കിട്ടിയാൽ 15 മിനിറ്റ് വചനം പറയുകയില്ല. നമ്മെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, തന്നെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും. ഞാൻ അങ്ങനെയാണ്, ഞാൻ ആരാണെന്നറിയാം, ഞാൻ എങ്ങനെയായിരുന്നെന്നറിയാമോ, ഞാനിങ്ങനെയൊന്നും വരേണ്ട ആളല്ല. എൻ്റെ പൊന്നെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത് നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, കൃപയാൽ എന്നാ ഒറ്റ വാക്കുള്ളൂ, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ആ
കൃപയിലേക്ക് വന്നത് മറ്റൊരു പ്രവൃത്തി ചെയ്തത് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. നാം ശുശ്രൂഷയിലായിരിക്കുന്നത്, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ ആക്കിയിരിക്കുന്നത്, നിലനിർത്തുന്നത്, നാം എന്തെങ്കിലും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ പഠനമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ മറ്റു യാതൊന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ എന്തു പറയുമോ, തങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും സഭയെക്കുറിച്ചും താൻ അവിടെ പോയി അത് ചെയ്തു, ഇവിടെ ചെയ്തു എന്നൊക്കെ തന്നെ അങ്ങ് പൊക്കിയടിച്ച് പൊക്കി പറയും. മാനവും മഹത്വവും എല്ലാം കിട്ടണം. പലരുടെയും ശുശ്രൂഷാ വേദികളിൽ നമ്മൾ ശ്രദ്ധിച്ചേ, യേശുവിനെ അവർ ഉയർത്താറില്ല. തങ്ങളെ തന്നെ ഉയർത്തി അതിൻ്റെ പാരമ്യത്തിലെത്തും. അത് ചുമ്മാ കേട്ടിരുന്ന് കൈയടിക്കുന്ന ഒരു ഭാഗം. എന്നാൽ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് തന്നെ മഹത്വപ്പെടുത്താതെ, ട്രയൂൺ ഗോഡ്, അതിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ് പുത്രനായ ക്രിസ്തുവിനെയാണ് എന്ത് ചെയ്യുന്നത്, താൻ മഹത്വപ്പെടുത്തുന്നത്. പഴയ നിയമത്തിൽ ദൈവം എന്ന് പറയുമ്പോൾ എലോഹീം എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ ശക്തന്മാർ, പ്ലൂറൽ ഫോമില, ട്രയൂൺ ഗോഡ് എന്നാണ്. ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. പഴയ നിയമത്തിൽ ഇൻ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഫാദർ ഗോഡ് വാസ് ഇൻവിസിബിൾ ഗോഡ്. ദൈവം അദൃശ്യനായിരുന്നു. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പിതാവായ ദൈവം, അവൻ അദൃശ്യനായിരുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ബട്ട് ഗോഡ് കുഡ് നോട്ട് ഹൈഡ് ഹിംസെൽഫ് എനിമോർ. ദൈവം ഒരിക്കലും, പിതാവായ ദൈവം തന്നെ മറച്ചു വയ്ക്കുവാൻ, ഹൈഡ് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചില്ല. അവൻ ഇൻവിസിബിൾ ഗോഡ് ആണ്. എന്നിരുന്നാലും രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കും ഇൻ ന്യൂ ടെസ്റ്റമെൻറ്റ് ദ വിസിബിൾ ഗോഡ് ജീസസ് കെയിം ഫോർ എ സ്പാൻ ഓഫ് 33 years. 33.5 വർഷം ഈ ഭൂമിയിൽ അദൃശ്യനായ ദൈവം ദൃശ്യനായി വന്നു. ദ വിസിബിൾ ഗോഡ് വി ക്യാൻ സീ ഇൻ ജീസസ് 33 years ഓഫ് ടൈം. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം അദൃശ്യനായിരുന്നു, പുതിയ നിയമത്തിൽ ദൈവം ദൃശ്യനായി. ആൻഡ് ഹി നൗ വെൻറ്റ് ആൻഡ് സെൻഡ് അഗെയിൻ ദ ഇൻവിസിബിൾ ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ന്യൂ കവനൻറ്റ്. പുതിയ ഉടമ്പടിയിൽ ഇപ്പോൾ അദൃശ്യനായ ദൈവം സ്വർഗത്തിൽ കടന്നുപോയി അദൃശ്യനായ ദൈവത്തെ വീണ്ടും അയച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാം ദൈവം. ഒന്ന്, ഓൾഡ് ടെസ്റ്റമെൻറ്റ് പഴയ നിയമത്തിൽ ഫാദർ ഗോഡ്, ഇൻവിസിബിൾ ഗോഡ്. 2, ന്യൂ ടെസ്റ്റമെൻറ്റ് പുതിയ നിയമത്തിൽ ഗോഡ് ദ സൺ, ജീസസ് ക്രൈസ്റ്റ്, വിസിബിൾ ഗോഡ്. 3, ന്യൂ കവനൻറ്റ് നൗ ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ഈ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ പരിശുദ്ധാത്മാവ്, ട്രയൂൺ ഗോഡ്. ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പരിശുദ്ധാത്മാവിനെ ആരും കണ്ടിട്ടില്ല, അദൃശ്യനായ ദൈവം. മത്തായി 16:7 വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. കർത്താവ് പറയുകയാണ്, അത് ദൃശ്യനാകുന്ന ദൈവം. യേശു പറയുന്നു, ഞാൻ പോകുന്നു, അത് നിങ്ങൾക്ക് പ്രയോജനം. ഇറ്റ് ഈസ് യു അഡ്വാൻറ്റേജ് ദറ്റ് ഐ ഗോ എവേ. പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരില്ല. തിങ്ക് ഓഫ് ദ ഡിസൈപ്പിൾ. ശിഷ്യന്മാരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? അവർ കഴിഞ്ഞ 3.5 വർഷം എന്നും നേരിൽ കണ്ടുകൊണ്ടിരുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ട് അനുഭവിച്ച്, ഭക്ഷണം കൊടുക്കുന്നത് അവർ ഭക്ഷിച്ച്, അവൻ്റെ തിരുവായ്മൊഴികളെ നേരിട്ട് കേട്ട് പഠിച്ച്, അതനുസരിച്ച് ജീവിച്ച്,
അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, ഒരുമിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത, യാത്ര ചെയ്ത, വിശ്രമിച്ച തങ്ങളുടെ അരുമനാഥൻ ഇപ്പോൾ പോകുകയാണ്. തങ്ങളിൽ നിന്നും വേർപിരിയുകയാണ്. ഈ അധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ ഒരു ഫെയർവെൽ മീറ്റിംഗ് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദ വിസിബിൾ ഗോഡ് ജീസസ് ഈസ് ഗോയിങ്. ഹല്ലേലൂയ. The visible God, Christ is going, and the invisible God, Holy Spirit is coming. പരിശുദ്ധാത്മാവെന്ന അദൃശ്യ ദൈവം വരുന്നു. ദൃശ്യനായ ദൈവമായ യേശു ക്രിസ്തു യാത്ര പറയുന്നു, വിട പറയുന്നു. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് വിൽ ഗൈഡ് യു ഓൾ ദ ട്രൂത്ത്. സകല സത്യത്തിലും എന്തു ചെയ്യും? അവൻ വഴി നടത്തും. 13-ാം വാക്യം പറയുക. സെക്കൻഡ് വൺ, ഹീ വിൽ നോട്ട് സ്പീക്ക് ഹിംസെൽഫ്. സ്വയമായി പരിശുദ്ധാത്മാവ് ഒന്നും സംസാരിക്കുകയില്ല. തേർഡ് വൺ, ഹീ വിൽ ഗ്ലോറിഫൈ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ആമേൻ മഹത്വപ്പെടുത്തും. എന്നെ അവൻ മഹത്വപ്പെടുത്തും. 14-ാം വാക്യത്തിൽ പറയുന്നത്, എനിക്കുള്ളതിൽ നിന്ന്. എന്താണ് എനിക്കുള്ളത്? കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എനിക്കുള്ളതിൽ നിന്ന്. യേശുക്രിസ്തുവിന് ഉള്ളത് എന്താണ്? തൻ്റെ വചനം, അഥവാ ക്രിസ്തുവിൻ്റെ വചനം. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയിച്ചു തരും. ഗോഡ് വിൽ, ഹോളി സ്പിരിറ്റ് വിൽ ബ്രിങ് ദ റിമംബറൻസ് ഓഫ് വാട്ട് ഐ ഹാവ് ടോട്ട് യു ലാസ്റ്റ് 3.5 years. യോഹന്നാൻ 14:26. പരിശുദ്ധാത്മാവ്, അതാണ് ആത്മാവ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുകയും എന്താണ് തങ്ങൾ കഴിഞ്ഞ 3.5 വർഷം പഠിച്ചത്, അത് ആ ക്രിസ്തുവിൻ്റെ വചനം എടുത്ത് അവരെ ഓർമ്മിപ്പിച്ച് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽപ്പാൻ അവരെ ബലപ്പെടുത്തും, സഹായിക്കും. അത് എടുത്ത് നിങ്ങളെ അറിയിച്ചു തരും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ചിലരുണ്ട്, ഇപ്പം ആത്മാവ് തന്നതാ എന്ന് പറയുന്നവരുണ്ട്. അവരാത്മാവ് തന്നതേ പറയത്തുള്ളൂ എന്നാണ് പറയണേ. ഇപ്പം തന്നതാ നിങ്ങളോട് പറയാൻ. ഞായറാഴ്ച രാവിലെ തമ്മിത്തല്ലും വഴക്കും വീട്ടിലും അവിടെ ഇവിടെയൊക്കെ. ഈ ഞായറാഴ്ച രാവിലെ ഒരു വിശ്വാസികളുടെ ഭവനത്തിലും പാസ്റ്റർമാരുടെ ഭവനത്തിലൊക്കെ പിശാചിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ. അന്ന് അതെല്ലാം കുളമാക്കണം. അവനെ ശുശ്രൂഷിക്കാൻ സമ്മതിക്കരുത്, അല്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളുണ്ടാക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പറയുന്നത്, നിങ്ങളോട് പറയാൻ പ്രസംഗിക്കാൻ ആത്മാവ് എനിക്ക് ചിലത് തന്നിട്ടുണ്ട്. അത് വചനാടിസ്ഥാനമല്ല. ദൈവവചനത്തിൽ പല ആലോചനകളും നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം തൻ്റെ വചനവും പുത്രനിൽ കൂടി ക്രിസ്തുവിൻ്റെ വചനവും അത് വായിച്ച് ഗ്രഹിച്ച് നിയോഗം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് പറയുവാനും ശുശ്രൂഷിക്കാനൊക്കെ കഴിയൂ. അല്ലാതെ ആത്മാവ് പറയുന്നതേ ഞാൻ പറയൂ, പ്രസംഗിക്കൂ എന്ന് പറയുന്നത് വചനവിരുദ്ധമാണ്. ഹല്ലേലൂയ. ഞാൻ ഈ അടുത്തിടെ കണ്ണൂർ ഒരു ചർച്ചിൽ വിളിച്ച് വചന ശുശ്രൂഷയ്ക്ക് പോയി. കണ്ണൂർ എന്ന് പറയുമ്പോൾ ടൗണിലല്ല കേട്ടോ, ഞാൻ ആ സഭയൊന്നും പറയുന്നില്ല. ഈ അടുത്ത കാലത്താണ്, ഒരു 2 മാസത്തിനുള്ളിൽ. പക്ഷേ അവിടുത്തെ പാസ്റ്റർ സഭയിൽ എഴുന്നേറ്റ് ഇൻട്രൊഡക്ഷനായിട്ടൊക്കെ പറയുമ്പോൾ ആത്മാവ് എനിക്ക് തന്നതായി നിന്നും പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചുമ്മാ കീറുക വിശ്വാസികളെ, ആത്മാവ് തന്നെന്നും പറഞ്ഞ്. അത് എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണം. ആത്മാവ് അങ്ങനെയൊന്നും കൊടുക്കത്തില്ല. ആത്മാവ് പറയുന്നത് വചനത്തിലില്ലാത്ത കാര്യമല്ല. യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയും യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ ഓർമ്മിപ്പിക്കുകയും അത് നമ്മൾ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമേ പരിശുദ്ധാത്മാവ് ഇടപെടത്തുള്ളൂ. മാനന്തവാടിയിൽ താഴങ്ങാടിയിലൊരു പാസ്റ്ററും കുടുംബവും വന്ന് താമസിച്ചു. പലർക്കും അറിയാം. ഒരിക്കലൊരു പുതിയ ആളല്ലേ എന്നോർത്ത് ഞാൻ പോയി. ഞാനവിടെ ടൗണിൽ താമസിക്കുന്ന സമയത്താണ്. അവർ സന്ദർശിച്ചപ്പോൾ അവർ പറയാം, എല്ലാം ആത്മമയമാണ്. അവിടെ ചെന്നപ്പം ആത്മാവ് പറഞ്ഞാലേ ഒരു വീട്ടിൽ പോവുകയുള്ളൂ, ആത്മാവ് പറഞ്ഞാലേ ആ ആളോട് സംസാരിക്കുകയുള്ളൂ. ഞാൻ അന്നേ കരുതി ഇതധികം മുഴുക്കുകയല്ലെന്ന്. ചുരുക്കി പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന പാസ്റ്റർമാർക്കൊക്കെ അറിയാം. അവർ എന്ത് ചെയ്യുമെന്നറിയാമോ? പാസ്റ്റർ താമസിയാതെ ഇസ്ലാമിൽ ചേർന്നു. ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരിയായ ഭാര്യ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ സ്ഥലവും വിട്ടു.
4-5 മക്കൾ വഴിയാധാരം. എങ്ങനെയുണ്ട് പാസ്റ്റർ? ആത്മാവ് തന്നതാണ്. പരിശുദ്ധാത്മാവ്. വചനം അറിയത്തില്ല, പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. പിന്നെ എങ്ങനെ ദൈവവചനം അറിയും, ജീവിക്കും? ഹൗ ഐ വിൽ ഗ്ലോറിഫൈ ക്രൈസ്റ്റ്? യേശുവിനെ ഉയർത്തുക, കൽപ്പനകൾ പഠിപ്പിക്കുക. ഞാൻ എങ്ങനെ കർത്താവിനെ ഉയർത്താൻ കഴിയും? ക്രിസ്തുവിൻ്റെ വചനം പഠിക്കുക, ഉപദേശിക്കുക, ഒരുങ്ങുക, ജനത്തെ ഒരുക്കുക. ഹല്ലേലൂയ. അതിൽ കൂടി എനിക്ക് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. നാം അല്പസമയം കിട്ടുമ്പോൾ നമ്മെ ഉയർത്താതെ, നമ്മുടെ കാര്യം പറയാതെ ക്രിസ്തുവിനെ ഉയർത്തുക, കർത്താവിൻ്റെ വചനം പറയുക. മറ്റൊരു വചനവും വേണ്ട, ക്രിസ്തുവിൻ്റെ വചനം. പരിശുദ്ധാത്മാവ് അതാ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കെന്തുകൊണ്ടത് പറഞ്ഞുകൂടാ? മത്തായി 10:32 പറയുക, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ തള്ളിപ്പറയരുത്. കർത്താവിന് നമ്മൾ ഏത് ജനത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയണം. അതിന് മടിക്കണ്ട. നാം സുവിശേഷം പ്രസംഗിക്കണം. നാം പരസ്യയോഗങ്ങൾ നടത്തണം. നാം സഭ, അതുപോലെ മറ്റ് പൊതുയോഗങ്ങൾ എല്ലായിടത്തും നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ, നമ്മുടെ പഴയ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരായിരിക്കും, അവരോടെല്ലാം കർത്താവിനെ ഉയർത്തണം. അവരുടെ മുൻപിൽ നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. കർത്താവിനെ ഉയർത്താനാണ് നമുക്ക് നിയോഗം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ ഉയർത്തണം, അവനെ നമ്മൾ മഹത്വപ്പെടുത്തണം. ലൂക്കോസ് 9:26 എന്താ പറയുന്നറിയാം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച്, അഥവാ ക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ഞാനും എന്തു ചെയ്യും? അവനെക്കുറിച്ച് നാണിക്കും. അതുകൊണ്ട് പ്രിയരെ, ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുക, പഠിപ്പിക്കുക, ഉപദേശിക്കുക വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതായ ഒരു കാര്യമാണ്. അത് ദൈവസഭയെ ഒരുക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിൽ നമുക്ക് നിലനിൽക്കാം, ഒരുങ്ങാം. ഹല്ലേലൂയ. ആ വചനങ്ങൾ വായിക്കാം, പഠിക്കാം. ആമേൻ. അനേകരോട് ആമേൻ സുവിശേഷം അല്ലെങ്കിൽ ഉപദേശം അറിയിക്കാം. നമ്മളും ഒരുങ്ങാം. കർത്താവിൻ്റെ വചനത്തിൽ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ ശക്തിപ്പെടാം, വളർച്ച തലയോളം പ്രാപിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. കർത്താവിൻ്റെ വരങ്ങൾ കാണപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ MJ മാത്യു, വയനാട്ടിൽ നിന്ന്. ഏവർക്കും സകല അനുഗ്രഹങ്ങളും പ്രഖ്യാപിക്കുന്നു. എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.